ഒരു വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രവേശിക്കുന്ന ഒരു ഇടമാണ് ആ വീടിൻ്റെ പ്രധാന വാതിൽ അല്ലേ. ആ വീടിൻ്റെ പ്രധാന വാതിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയെ നിലനിർത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീടിൻ്റെ പ്രധാന വാതിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില വാസ്തു നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ജപിക്കേണ്ട ഒരു മന്ത്രങ്ങളും പറയുന്നുണ്ട് കേട്ടോ. തീർച്ചയായും ഇത് പാലിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകും. വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലത്തെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരിക്കലും ഒരു സമാധാനവും സ്വസ്ഥതയും ഒന്നും ഉണ്ടാവില്ല. തുടരെ ഓരോ പ്രശ്നങ്ങളായിരിക്കും. ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആ വീട്ടിലുള്ള ഒരു രീതിയിലുള്ള ഉയർച്ചയോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിനായാലും നമ്മുടെ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ദുരിതങ്ങളും മനസ്സമാധാനക്കേടും അല്ല ആയിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ പ്രധാന വാതിൽ തുറക്കുന്ന പല ആൾക്കാർക്കും ഒരു ഓടിപ്പോയി തുറക്കുക, അല്ലെങ്കിൽ വാതിൽ തുറക്കുന്ന ആദ്യം ചെയ്യുന്നത് അങ്ങനെയായിരിക്കും അല്ലേ. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് പോയി അങ്ങ് തുറക്കും. ചിലവർ ലേറ്റായിട്ട് കിടന്നിട്ട് പെട്ടെന്ന് കുറേ വൈകിട്ട് പെട്ടെന്ന് അങ്ങ് എഴുന്നേക്കും. ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് തേക്കും. അപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി നിലനിർത്താൻ നമുക്ക് തന്നെ സാധിക്കും. അപ്പോൾ പോസിറ്റീവ് എനർജി രാവിലെ വീട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും സമ്പത്തും എല്ലാം വന്നു ചേരും. പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ഡോർ അടച്ചതിന് ശേഷം പിന്നീട് രാവിലെയാണല്ലോ മെയിൻ ഡോർ തുറക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വീടിനുള്ളിൽ കുറേ എനർജികൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഈ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളത് പുറത്തേക്ക് കളയണം. കൂടെ നല്ല പോസിറ്റീവ് എനർജിയെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റണം. അപ്പോൾ ഏതെങ്കിലും സമയത്താണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോർ തുറക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല. ചില ആൾക്കാർ രാത്രി ഒത്തിരി വൈകി ഉറങ്ങിയിട്ട് രാവിലെ താമസിച്ച് എഴുന്നേൽക്കുന്നവരുണ്ട്. ആ സമയത്തായിരിക്കും വീടിൻ്റെ മുൻവാതിലൊക്കെ തുറക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം എല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സൂര്യോദയത്തിന് മുന്നേ ആയിട്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറ് തുറന്നിരിക്കണം എന്നാണ്. അത് നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറ്റുമെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്തെങ്കിലും മുൻവാതിൽ തുറക്കാൻ ശ്രമിക്കുക. ഉറങ്ങി എഴുന്നേറ്റ് നേരെ പോയിട്ട് ഡോറ് തുറക്കാതെ കൈയും കാലൊക്കെ കഴുകി നല്ല വൃത്തിയായി ഡോറ് തുറക്കാൻ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ കുളിച്ചിട്ട് ശുദ്ധമായിട്ട് തുറന്നാലും വളരെ ഐശ്വര്യമാണ്. പറ്റുന്ന പോലെ മുഖവും കൈയും കാലൊക്കെ കഴുകിയിട്ട് മെയിൻ ഡോർ തുറക്കാൻ ശ്രമിക്കുക. ചിലവർ 2 നേരവും വിളക്ക് കത്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ രാവിലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ തുറന്നിട്ടിട്ട് ഒരു 15 മിനിറ്റ് അരമണിക്കൂറോ ഒന്ന് തുറന്നിടാൻ നോക്കുക. തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഒറ്റ മന്ത്രം കൂടി ചൊല്ലാനായിട്ട് നോക്കുക ഡോറ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഈ മന്ത്രം ഇതാണ്: ഓം ഹ്രീം ശക്തിയുക്തേ മഹാപ്രകൃതീശ്വരി നമസ്തുതേ. ഈ മന്ത്രം ചൊല്ലിയിട്ട് മെയിൻ ഡോറ് തുറക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പറ്റുമെങ്കിൽ അതിരാവിലെ വിളക്ക് ദീപം കൊളുത്തുന്നത് നല്ലതാണ്. ആ സമയത്ത് ഇത് ഡോർ തുറക്കുന്ന സമയത്ത് നിങ്ങളിത് ചൊല്ലി നോക്കുക. അത്രയേറെ ഐശ്വര്യമാണ്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് നല്ല ഐശ്വര്യമായിട്ട് നിങ്ങളുടെ മെയിൻ ഡോർ തുറക്കാൻ പറ്റും. അപ്പോൾ അതിൽ തുറക്കുന്ന സമയത്ത് അതിശക്തിയായിട്ടൊന്നും ഡോറ് സൗണ്ട് ഉണ്ടാക്കിയൊന്നും തുറക്കരുത്. ശാന്തമായിട്ട് പയ്യെ മാത്രം ഡോറ് തുറക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്താണെങ്കിലും രാവിലെ ഇതുപോലത്തെ സമയത്തൊക്കെ ആണെങ്കിലും ഒച്ചയോ വിളക്കോ ബഹളമോ ഒന്നും ഇല്ലാതെ നല്ല ഒരു ശാന്തമായിട്ടുള്ള സൗണ്ടിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വീടിൻ്റെ പ്രധാന വാതിൽ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. വൃത്തിയുള്ള വാതിലിലൂടെ മാത്രമേ മഹാലക്ഷ്മി വീട്ടിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഡോറിന് മുന്നിലായിട്ട് ചവറുകളോ ചെരുപ്പുകളോ ഇങ്ങനെയൊന്നും കൂട്ടിയിടാതെ നോക്കുക. പിന്നെ ചിലവർ വിറക്, പിന്നെ അതുപോലെ തുണികൾ അഴകെട്ടുക, അതൊക്കെ നമ്മുടെ ഭയങ്കര ദോഷമായിട്ടുള്ള കാര്യം. അങ്ങനെയൊന്നും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ചെയ്യാതിരിക്കുക. പ്രഭാതം എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള സമയമാണ്. പ്രപഞ്ചത്തിന് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. രാവിലെ പ്രധാന വാതിൽ തുറക്കേണ്ട സമയം എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുമ്പ് തന്നെ വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് വാതിൽപ്പടിയിൽ കുറച്ച് മഞ്ഞൾ വെള്ളമോ പച്ചക്കർപ്പൂരം വെള്ളം തളിച്ചതോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം തെളിച്ചാലും മതി. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന ഭവനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അപ്പോൾ വാതിൽ തുറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. നമ്മൾ രാവിലെ തന്നെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം കാണേണ്ടത്. ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതൊക്കെ നോക്കി കിഴക്കോട്ട് നോക്കിയൊക്കെ ഒന്ന് തൊഴുന്നത് നല്ലതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട് ഏത് ഭാഗത്തായിക്കോട്ടെ കിഴക്ക് ഭാഗത്ത് തിരിഞ്ഞു നിന്ന്
കൈ കൊണ്ട് ഒന്ന് തൊഴുതിന് ശേഷം പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ മറ്റുള്ള ജോലിയിലേക്കൊക്കെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡോറ് അടയ്ക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മെയിൻ ഡോർ അടയ്ക്കാവുന്നതാണ് കേട്ടോ. ഒരു 15 മിനിറ്റോ 5 മിനിറ്റോ ആയാലും മതി. ഇനി അടുത്തതായിട്ട് പുറകിലത്തെ വാതിലാണ് തുറക്കേണ്ടത്. നമ്മുടെ മുന്നിലത്തെ വാതിൽ എന്നുള്ളത് നമുക്ക് പോസിറ്റീവ് എനർജിയെ കയറ്റാനായിട്ടാണ്. വീടിൻ്റെ അകത്തേക്ക് നല്ല എനർജിയെ കയറ്റി വിടാനാണ്. പുറകിലത്തെ വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ ജപിക്കേണ്ട ഒരു മന്ത്രം ഇതാണ്: ഓം സ്വസ്തി ശ്രീ മഹാദേവി നമസ്തുതേ. ഇതിന് ശേഷം നിങ്ങൾ വിളക്ക് തെളിയിക്കാവുന്നതാണ്. രാവിലെ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് തിരി തെളിയിക്കാവുന്നതാണ്. വിളക്ക് കത്തിക്കുന്ന സമയം രാവിലെ ആയാലും സന്ധ്യ ആയാലും മുൻവാതിൽ തുറന്നിടണം നിർബന്ധമാണ് കേട്ടോ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വഴി നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു മാറ്റങ്ങൾ സംഭവിക്കും. എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും. ഈ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ രാവിലെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്രയേറെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രവേശിക്കുന്ന ഒരിടമാണ് നമ്മുടെ വീടിൻ്റെ മുൻവാതിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീടിൻ്റെ പ്രധാന വാതിലിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയെ കയറാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീടിൻ്റെ പ്രധാന വാതിൽ നിർബന്ധമായും തുറന്നിടാൻ ശ്രദ്ധിക്കുക. തുറന്നിടുന്ന സമയത്ത് അധികം നേരവും തുറന്നിടാതെ കുറച്ച് നേരമാണെങ്കിലും ഒരു 5 മിനിറ്റ് ആണെങ്കിലും തുറന്നിടാൻ നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിലനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു രീതിയിലും നമ്മൾ ജോലി ചെയ്തായിട്ട് ഉണ്ടാക്കി വെച്ച പൈസ നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല. പല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്ന് പോകും. നമുക്ക് എത്ര നമ്മൾ കഷ്ടപ്പെട്ടെടുത്താലും 100 കാര്യങ്ങളായിട്ടിരിക്കും. പിന്നെ അതുപോലെ മനസ്സമാധാനക്കേട്, ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. പിന്നെ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു ഉയർച്ചയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ വരാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം നമുക്ക് വന്നു ചേരും. അപ്പോൾ മെയിനായിട്ടൊരു വീട്ടിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രധാന വാതിലാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പ്രധാന വാതിൽ തുറക്കുക. അത് എത്രയേറെ പുണ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുകയാണെങ്കിൽ അത്രയേറെ നല്ലതാണ്. അപ്പോൾ ചില ആൾക്കാർ ലേറ്റായിട്ട് കിടന്നിട്ട് രാവിലെ വഴുകി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് പോയി ഡോറ് തുറക്കുന്നത് കണ്ട് അതൊക്കെ വളരെ ദോഷമാണ്. പറ്റുന്നവർ നേരത്തെ കിടന്നിട്ട് നേരത്തെ രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് ഡോർ തുറക്കുന്നത് നല്ലതാണ്. പറ്റുന്നുവെങ്കിൽ കയ്യും കാലം കഴുകിയിട്ട് മെയിൻ ഡോറ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലും അതിലപ്പുറം നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ കാണാൻ വന്നിരിക്കും. നന്ദി, നമസ്കാരം.